ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 25 കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ഒരുപാട് കറണ്ട് അഫെയർ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് വേണ്ടി. തീർച്ചയായിട്ടും അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട ശേഷം അതുകൂടി കാണാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഹെലി ഹബ്ബ് വരുന്ന സ്ഥലം ഏതാണ്? എന്താണ് ചോദ്യം? ഇന്ത്യയിലെ ആദ്യത്തെ ഹെലി ഹബ്ബ് വരുന്ന സ്ഥലം ഏതെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. എവിടെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഹെലി ഹബ്ബ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ഗുരുഗ്രാമാണ് കേട്ടോ. അപ്പോൾ ഗുരുഗ്രാം എന്ന് പറയുന്ന സ്ഥലത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹെലി ഹബ്ബ് നിലവിൽ വരുന്നത്. എവിടെയാണ്? ഗുരുഗ്രാമിലാണെന്ന് അറിഞ്ഞിരിക്കുക. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2022 ജനുവരിയിൽ കൽപ്പന ചൗള സ്പേസ് സയൻസ് റിസർവ് സെൻറ്റർ ആരംഭിച്ച സർവകലാശാല ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. 2022 ജനുവരിയിൽ കൽപ്പന ചൗള സ്പേസ് സയൻസ് റിസർച്ച് സെൻറ്റർ ആരംഭിച്ച സർവകലാശാല ഏതെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ കൽപ്പന ചൗള സ്പേസ് സയൻസ് റിസർച്ച് സെൻറ്റർ ആരംഭിച്ച സർവകലാശാല ഏതെന്ന് ചോദിച്ചാൽ ഏതാണത്? അത് നമ്മുടെ ചണ്ഡീഗഡ് സർവകലാശാലയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ? അപ്പോൾ 2022 ജനുവരിയിൽ കൽപ്പന ചൗള സ്പേസ് സയൻസ് റിസർച്ച് സെൻറ്റർ ആരംഭിച്ച സർവകലാശാല ഏതാണ്? ചണ്ഡീഗഡ് സർവകലാശാലയാണെന്ന് അറിഞ്ഞിരിക്കുക. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ISROയുടെ കഴിഞ്ഞ ചെയർമാൻ ആരായിരുന്നു? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്കത് കെ ശിവൻ എന്ന് പറയാം. പക്ഷേ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ്, നമ്മുടെ ISROയുടെ ചെയർമാൻ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആരാണ് അദ്ദേഹം? അദ്ദേഹത്തിൻ്റെ പേരാണ് എസ് സോമനാഥ്, മലയാളിയാണ്. അപ്പോൾ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? എസ് സോമനാഥാണ്. നമ്മുടെ ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് ആര്? എസ് സോമനാഥ് എന്ന് അറിഞ്ഞിരിക്കുക. തെറ്റിക്കരുതേ, എസ് സോമനാഥാണ്. ഓക്കെ, അപ്പോൾ നമുക്കടുത്ത് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. കാര്യം ഇനി വരുന്ന എല്ലാ എക്സാംസിനും വേണ്ട ടോപ്പിക്കും ക്ലാസ്സുകളും എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. 2022 നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന് വേദിയായ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ശ്രദ്ധിച്ച് കേൾക്കുക. 2022 നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന് വേദിയായ കേന്ദ്രഭരണ പ്രദേശം ഏതെന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, പുതുച്ചേരിയാണ് കേട്ടോ. അപ്പോൾ പുതുച്ചേരിയിലാണ് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന് വേദിയായ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പുതുച്ചേരിയാണെന്ന് അറിഞ്ഞിരിക്കുക. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വൺ ടൈം ഇൻ്റർനെറ്റ് അലവൻസ് ആയിട്ട് 2000 രൂപ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വൺ ടൈം ഇൻ്റർനെറ്റ് അലവൻസ് ആയിട്ട് 2000 രൂപ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, പഞ്ചാബാണ് കേട്ടോ. അപ്പോൾ പഞ്ചാബിലാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വൺ ടൈം ഇൻ്റർനെറ്റ് അലവൻസ് ആയിട്ട് 2000 രൂപ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? അത് നമ്മുടെ പഞ്ചാബാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ആറാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഈ വർഷത്തെ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഈ വർഷത്തെ T20 അല്ലെങ്കിൽ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതെന്നാണ് നമ്മുടെ ആറാമത്തെ ചോദ്യം. ഏതാണ് ആ രാജ്യം? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, ഓസ്ട്രേലിയയാണ് കേട്ടോ. അപ്പോൾ ഓസ്ട്രേലിയയിലാണ് ഈ വർഷത്തെ 2020 ക്രിക്കറ്റ് ലോകകപ്പ് നടക്കാനായിട്ട് പോകുന്നത്. എവിടെയാണ്? നമ്മുടെ ഓസ്ട്രേലിയയിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2022 ലോകത്താദ്യമായിട്ട് ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ വിജയകരമായി വച്ചുപിടിപ്പിച്ച രാജ്യം ഏതാണ്? അപ്പോൾ നമ്മളെല്ലാവരും അത് അറിഞ്ഞതാണല്ലേ. അപ്പോൾ 2022 എന്ത് ചെയ്തു? ലോകത്താദ്യമായിട്ട് ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം എന്ത് ചെയ്തു? മനുഷ്യനിൽ വിജയകരമായി ഇംപ്ലാന്റ് ചെയ്തു. അങ്ങനെ ചെയ്ത രാജ്യം ഏതെന്ന് ചോദിക്കാൻ ഏതായിരിക്കും? നമുക്കത് ഊഹിച്ച് വേണമെങ്കിൽ എഴുതാൻ കഴിയുന്ന രാജ്യം തന്നെയാണ്. വളരെ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് നടക്കുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ USA കേട്ടോ. അപ്പോൾ അമേരിക്കയാണ് എന്ത് ചെയ്യുന്നത്? 2022 ലോകത്താദ്യമായിട്ട് ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ വിജയകരമായി വെച്ച് പിടിപ്പിച്ച രാജ്യം ഏതാണ്? നമ്മുടെ USA ആണെന്ന് അറിഞ്ഞിരിക്കുക. എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അൺഫിനിഷ്ഡ് എ മെമ്മയർ എന്ന പുസ്തകം ആരുടേതാണ്? എന്താണ് ചോദ്യം? അൺഫിനിഷ്ഡ് എ മെമ്മയർ എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണെന്നാണ്. നമ്മളിത് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അൺഫിനിഷ്ഡ് എ മെമ്മയർ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയങ്ക ചോപ്രയുടെ പുസ്തകമാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അൺഫിനിഷ്ഡ് എ മെമ്മയർ എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, പ്രിയങ്ക ചോപ്രയുടെ പുസ്തകത്തിൻ്റെ പേരാണെന്ത്? അൺഫിനിഷ്ഡ് എ മെമ്മയർ. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കടുത്ത് 9ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം.
2021 രാജ്യാന്തര വനിതാ ദിനത്തിൽ പോലീസ് സ്റ്റേഷനുകളിൽ എന്ത് ചെയ്തു? സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അല്ലെങ്കിൽ നമ്മുടെ സബ് ഇൻസ്പെക്ടറുടെ റാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ചുമതല വനിതാ ഉദ്യോഗസ്ഥർക്ക് നൽകിയ സംസ്ഥാനം ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. 2021 രാജ്യാന്തര വനിതാ ദിനത്തിൽ പോലീസ് സ്റ്റേഷനുകളിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറിൻ്റെ ചുമതല വനിതാ ഉദ്യോഗസ്ഥർക്ക് നൽകിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? ഒന്ന് ഗസ് ചെയ്യാനായിട്ട് നോക്കിയേ. നമ്മുടെ കേരളം തന്നെയാണ് കേട്ടോ. അപ്പോൾ കേരളം തന്നെയാണ് എന്ത് ചെയ്തത്? 2021 രാജ്യാന്തര വനിതാ ദിനത്തിൽ പോലീസ് സ്റ്റേഷനുകളിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ചുമതല വനിതാ ഉദ്യോഗസ്ഥർക്ക് നൽകിയ സംസ്ഥാനം ഏത് തന്നെയാണ്? നമ്മുടെ കേരളം തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2 ഗ്രീൻ എനർജി എഫിഷ്യൻ്റ് ടൗണുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. 2 ഗ്രീൻ എനർജി എഫിഷ്യൻ്റ് ടൗണുള്ള ഇന്ത്യയിലെ തന്നെ ഏക സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നമ്മൾ ആരെയും പ്രതീക്ഷിക്കില്ല, ബീഹാറാണ് കേട്ടോ. അപ്പോൾ 2 ഗ്രീൻ എനർജി എഫിഷ്യൻ്റ് ടൗൺസ് ഉള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഏത്? നമ്മുടെ ബീഹാർ. 2 ഗ്രീൻ എനർജി എഫിഷ്യൻ്റ് ടൗൺസ് ഉള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. ഓക്കെ, അടുത്ത 11ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2022 ജനുവരിയിൽ സംസ്ഥാന സ്പോർട്സ് യുവജന പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? ചോദ്യം ശ്രദ്ധിക്കുക. 2022 ജനുവരിയിൽ സംസ്ഥാന സ്പോർട്സ് യുവജനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിട്ട് നിയമിതനായ വ്യക്തി ആരെന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. എന്താണ് അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ സി ആണ്, എം ശിവശങ്കറാണ് കേട്ടോ. എം ശിവശങ്കറിനെ എന്ത് ചെയ്തിട്ടുള്ളത്? 2022 ജനുവരിയിൽ സംസ്ഥാന സ്പോർട്സ് യുവജനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിട്ട് നിയമിതനായ വ്യക്തിയാണ് നമ്മുടെ എം ശിവശങ്കർ എന്ന് അറിഞ്ഞിരിക്കുക. 12ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2022 ഏഷ്യ കപ്പ് വനിതാ ഫുട്ബോളിൻ്റെ വേദിയാകുന്നത് രാജ്യം ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. 2022 ഏഷ്യ കപ്പ് വനിതാ ഫുട്ബോളിൻ്റെ വേദിയാകുന്ന രാജ്യം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. 12ാമത്തെ ചോദ്യം. ഏതാണ് ആ രാജ്യം? ഓപ്ഷൻ എ തന്നെയാണ്, നമ്മുടെ ഇന്ത്യ തന്നെയാണ് കേട്ടോ. അപ്പോൾ 2022 ഏഷ്യ കപ്പ് വനിതാ ഫുട്ബോളിൻ്റെ വേദിയാകുന്ന രാജ്യം ഏത് തന്നെയാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക. 13ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ കുട്ടികൾക്കുള്ള കോവിഡ് വാക്സിനേഷൻ 100% പൂർത്തിയാക്കിയ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ത്യയിൽ കുട്ടികൾക്കുള്ള കോവിഡ് വാക്സിനേഷൻ 100% അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും പൂർത്തിയാക്കിയ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ഏതാണത്? നമ്മുടെ ലക്ഷദ്വീപ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ലക്ഷദ്വീപാണെന്ന് അറിഞ്ഞിരിക്കുക. സംശയമില്ലല്ലോ. 14ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കൊച്ചിൻ ഷിപ്പ്യാർഡും മാതൃഭൂമിയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കൊച്ചിൻ ഷിപ്പ്യാർഡും മാതൃഭൂമിയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്തെന്നാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം. ഓക്കെ, ഏതാണ് ആ പദ്ധതിയുടെ പേരെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഹരിതഗിരി എന്നാണ് കേട്ടോ. അപ്പോൾ ഹരിതഗിരി എന്ന് പറയുന്ന പ്രോഗ്രാമാണ് പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കൊച്ചിൻ ഷിപ്പ്യാർഡും മാതൃഭൂമിയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഹരിതഗിരി. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം ആരംഭിച്ച നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം ആരംഭിച്ച നഗരം ഏതാണ്? നമ്മുടെ 15ാമത്തെ ചോദ്യം. ഏതാണ് ആ നഗരത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഹൈദരാബാദാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം ആരംഭിച്ച നഗരം ഏതാണ്? നമ്മുടെ ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം ആരംഭിക്കുന്നത്. സംശയമില്ലല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ്? ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം. 16ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇന്നൊവേഷൻ വാരമായി ആചരിച്ചത് എന്ന് മുതൽ എന്ന് വരെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇന്നൊവേഷൻ വാരമായി ആചരിച്ചത് എന്ന് മുതൽ എന്ന് വരെ എന്നാണ് നമ്മുടെ 16ാമത്തെ ചോദ്യം. എന്ന് മുതൽ എന്ന് വരെയാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ വാരമായി ആഘോഷിച്ചത്? എന്ന് മുതൽ എന്ന് വരെയാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 2022 ജനുവരി 10 മുതൽ 16 വരെയാണ്. എന്ന് മുതലാണ്? ജനുവരി 10 മുതൽ 16 വരെയാണ് എന്ത്? സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇന്നൊവേഷൻ വാരമായി ആചരിച്ചത്. 10 മുതൽ 16 വരെയാണ്. 2022 ജനുവരി 10 മുതൽ 16 വരെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് 17ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സംസ്ഥാനത്ത് ആദ്യമായിട്ട് പ്രാദേശിക കാലാവസ്ഥാ വിവരങ്ങൾ ലഭ്യമാക്കാൻ എല്ലാ പഞ്ചായത്തിലും ഓട്ടോമാറ്റിക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ച നിയോജക മണ്ഡലം ഏതാണ്? വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയർ തന്നെയാണ്.
അപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായിട്ട് പ്രാദേശിക കാലാവസ്ഥാ വിവരങ്ങൾ ലഭ്യമാക്കാൻ എല്ലാ പഞ്ചായത്തിലും ഓട്ടോമാറ്റിക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ച നിയോജക മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ എൻ്റെ ഹോം ടൗൺ എന്ന് തന്നെ പറയാവുന്ന സ്ഥലം തന്നെയാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കാട്ടാക്കടയാണ് കേട്ടോ. അപ്പോൾ കാട്ടാക്കട തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് പ്രാദേശിക കാലാവസ്ഥാ വിവരങ്ങൾ ലഭ്യമാക്കാൻ എല്ലാ പഞ്ചായത്തിലും ഓട്ടോമാറ്റിക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ച നിയോജക മണ്ഡലം ഏതാണ്? എൻ്റെ ഹോം ടൗൺ ആണ്, കാട്ടാക്കട തന്നെയാണ്. ഓക്കെ, അടുത്ത നമുക്ക് 18ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോകത്തെ ആദ്യ പ്ലാറ്റിപ്പസ് സാങ്ച്വറി വന്ന രാജ്യം ഏതാണ്? എന്താണ് ചോദ്യം? ലോകത്തിലെ തന്നെ ആദ്യത്തെ പ്ലാറ്റിപ്പസ്, നമുക്കറിയാം പ്ലാറ്റിപ്പസിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം, മാമലാണല്ലേ. അപ്പോൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ പ്ലാറ്റിപ്പസ് സാങ്ച്വറി വന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ഓസ്ട്രേലിയ ആണ് കേട്ടോ. അപ്പോൾ ഓസ്ട്രേലിയയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ലോകത്തിലെ തന്നെ ആദ്യത്തെ പ്ലാറ്റിപ്പസ് സാങ്ച്വറി നിലവിൽ വന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചത് ഏതാണ്? നമ്മുടെ ഓസ്ട്രേലിയ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് 19ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് ഹീലിംഗ് സെൻറ്റർ നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് ഹീലിംഗ് സെൻറ്റർ വന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഇത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, ഉത്തരാഖണ്ഡാണ് കേട്ടോ. അപ്പോൾ ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് ഹീലിംഗ് സെൻറ്റർ നിലവിൽ വന്നത്. എവിടെയാണ്? നമ്മുടെ ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് ഹീലിംഗ് സെൻറ്റർ നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ എടുത്തിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ എടുത്തിട്ട് ജോയിൻ ബട്ടൺ ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതു ബജറ്റിൽ ജെൻഡർ ബജറ്റ് എന്ന ആശയം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ ആദ്യമായി പൊതു ബജറ്റിൽ ജെൻഡർ ബജറ്റ് എന്ന ആശയം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ചോദ്യം. പൊതു ബജറ്റിൽ ജെൻഡർ ബജറ്റ് എന്ന് പറയുന്ന ആശയം ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ 20ാമത്തെ ചോദ്യം. ഏതാണ് ആ സംസ്ഥാനം? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, അപ്പോൾ ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതു ബജറ്റിൽ ജെൻഡർ ബജറ്റ് എന്ന് പറയുന്ന ആശയം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? നമ്മുടെ ആന്ധ്രാപ്രദേശാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതു ബജറ്റിൽ ജെൻഡർ ബജറ്റ് എന്ന് പറയുന്ന ആശയം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് 21ാമത്തെ ചോദ്യം നോക്കാം. ചക്ക് ദേ എക്സ്പ്രസ് ഇന്ത്യൻ എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമായ ഏത് താരത്തിൻ്റെ ജീവിതം ആസ്പദമാക്കിയ ചലച്ചിത്രമാണ്? പുസ്തകമല്ല. അപ്പോൾ ചക്ക് ദേ എക്സ്പ്രസ് എന്ന് പറയുന്ന മൂവി ചലച്ചിത്രം ഏത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ അല്ലെങ്കിൽ ഏത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരത്തിൻ്റെ ജീവിതം ആസ്പദമാക്കിയതാണെന്നാണ് നമ്മുടെ 21ാമത്തെ ചോദ്യം. ചോദ്യം ശ്രദ്ധിക്കുക. ചക്ക് ദേ എക്സ്പ്രസ് എന്ന് പറയുന്ന മൂവി ഏത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരത്തിൻ്റെ ജീവിതം ആസ്പദമാക്കിയതാണെന്നാണ് നമ്മുടെ 21ാമത്തെ ചോദ്യം. അത് ആ ഒരു വനിതാ ക്രിക്കറ്റ് താരത്തിൻ്റെ പേര് എന്താണ്? നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ആരാണ്? ജൂലൻ ഗോസ്വാമിയാണ് കേട്ടോ. അപ്പോൾ ജൂലൻ ഗോസ്വാമിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് എടുത്ത മൂവിയുടെ പേരാണെന്ത്? ചക്ക് ദേ എക്സ്പ്രസ്. ജൂലൻ ഗോസ്വാമി ആരാണ്? ഇന്ത്യൻ വനിതാ ക്രിക്കറ്ററാണ് ആര്? ജൂലൻ ഗോസ്വാമി. അപ്പോൾ ജൂലൻ ഗോസ്വാമിയുടെ ജീവിത ചരിത്രത്തെ ആസ്പദമാക്കി എടുത്തിട്ടുള്ള മൂവിയാണ് ഏത്? നമ്മുടെ ചക്ക് ദേ എക്സ്പ്രസ്. ഓക്കെ അല്ലേ? അടുത്ത 22ാമത്തെ ചോദ്യം. പണ്ഡിറ്റ് ബിർജു മഹാരാജ് എന്താണ്? പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രദ്ധിക്കുക. പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, കഥക്കാണ് കേട്ടോ. അപ്പോൾ കഥക്കുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആർട്ടിസ്റ്റാണ് ആര്? നമ്മുടെ പണ്ഡിറ്റ് ബിർജു മഹാരാജ്. 23ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മലേറിയ എലിമിനേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ ആദ്യ മലേറിയ വിമുക്ത പ്രദേശമായി 2022 ജനുവരിയിൽ പ്രഖ്യാപിച്ചത് ഏത് സ്ഥലമാണെന്നാണ് ചോദ്യം. എന്താണ്? മലേറിയ എലിമിനേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് എറണാകുളം ജില്ലയിലെ ആദ്യത്തെ മലേറിയ വിമുക്ത പ്രദേശമായി 2022 ജനുവരിയിൽ പ്രഖ്യാപിച്ച സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ഇത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, ആലുവയാണ് കേട്ടോ. അപ്പോൾ എറണാകുളത്തിലെ ആലുവയാണ് മലേറിയ എലിമിനേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ആദ്യ മലേറിയ വിമുക്ത പ്രദേശമായി, എറണാകുളം ജില്ലയിലെ ആദ്യ മലേറിയ വിമുക്ത പ്രദേശമായി 2022 ജനുവരിയിൽ പ്രഖ്യാപിച്ചത് ആലുവയാണെന്ന് അറിഞ്ഞിരിക്കുക. 24ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രതിരോധ മേഖലയിൽ കൂടുതൽ സഹകരണം ലക്ഷ്യമിട്ടുകൊണ്ട് 2021 മാർച്ചിൽ ഇന്ത്യയുമായി പ്രഥമ സ്ട്രാറ്റജിക് ആൻഡ് കൗണ്ടർ ടെററിസം ഡയലോഗ് നടത്തിയ രാജ്യം ഏതാണ്? എന്താണ്? പ്രതിരോധ മേഖലയിലെ കൂടുതൽ സഹകരണം ലക്ഷ്യമിട്ട് 2021 മാർച്ചിൽ ഇന്ത്യയുമായി പ്രഥമ സ്ട്രാറ്റജിക് കൗണ്ടർ ടെററിസം ഡയലോഗ് നടത്തിയ രാജ്യം ഏതാണെന്നാണ് നമ്മുടെ 24ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങൾക്ക് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, നൈജീരിയയാണ് കേട്ടോ. അപ്പോൾ നൈജീരിയയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ടെററിസം അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ തീവ്രവാദം നിർത്തുന്നതിന് അല്ലെങ്കിൽ തീവ്രവാദം ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നതിന് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 2021 മാർച്ചിൽ
ഇന്ത്യയുമായി പ്രഥമ സ്ട്രാറ്റജിക് ആൻഡ് കൗണ്ടർ ടെററിസം ഡയലോഗ് നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? നമ്മുടെ നൈജീരിയ ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. സാമ്പത്തിക മേഖലയ്ക്ക് കാലാവസ്ഥാ വ്യതിയാന നിയമം ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതാണ്? ചോദ്യം വളരെ ശ്രദ്ധിച്ചു കേൾക്കുക, നല്ലൊരു ക്വസ്റ്റ്യനാണ്. സാമ്പത്തിക മേഖലയ്ക്ക് കാലാവസ്ഥാ വ്യതിയാന നിയമം ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതെന്നാണ് നമ്മുടെ 25ാമത്തെ ചോദ്യം. ഓക്കെ, ഏതാണ് ആ രാജ്യം? നമ്മുടെ ന്യൂസിലാൻഡാണ് കേട്ടോ. അപ്പോൾ ന്യൂസിലാൻഡാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സാമ്പത്തിക മേഖലയ്ക്ക് കാലാവസ്ഥാ വ്യതിയാന നിയമം ഏർപ്പെടുത്തിയ ആദ്യ രാജ്യമാണ് ഏത്? നമ്മുടെ ന്യൂസിലാൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 25 പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഫലപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക? കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. എന്തായാലും ഉടനെ തന്നെ അടുത്തൊരു ക്ലാസ്സും വീഡിയോ ഒക്കെ ആയിട്ടും ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.